അസ്സലാമലൈക്കും. നൗഷോ എവിടെ റബിയുൽ അവലായിട്ട് എന്നെ കണ്ടിട്ടില്ല. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യം പറയണത്. ഏതായാലും ഒന്ന് പറയട്ടെ. രണ്ടക്ഷരം ഒന്ന് ഉരുവിട്ടാജി എൻ്റെ ഉരുവിടിൽ ഇങ്ങനെ കേൾക്കാൻ നിൽക്കല്ലേ. ഹബീബായ തങ്ങള് ആവശ്യപ്പെട്ടാൽ നിക്കാഹിന് നിന്നു കൊടുക്കൽ ആ പെണ്ണിന് നിർബന്ധം. ഉള്ളത് തന്നെയാണെങ്കിലും ചിലത് പറയാൻ പറ്റൂല നൗഷോ. ഏതായാലും പറയേ. ആ പെണ്ണിനെ മറ്റൊരാള് പെൺകെട്ട് പറയൽ പോലും ഹറാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തിട്ടാ ബനി പറയുന്നത് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു പെണ്ണിന്റെ ആളാക്കി മാറ്റുകയാണ് ഈ കോന്തം. ഒന്ന് കേട്ടോളി. പറ്റൂല. നമ്മളൊരു പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ച് വേറെ ആള് വന്ന് ആ പെണ്ണിന് ഓനസ്റ്റായ പെണ്ണങ്ങ് പോയി പോവും. എന്നാൽ ഹബീബായ തങ്ങള് ആഗ്രഹിച്ച പെണ്ണിനെ എന്ന് പറഞ്ഞാൽ അതിന്റെ സാധ്യത പറയാണ്. അതിന്റെ സാധ്യത പറയാണ്. ഈ സാധ്യത പറയുന്ന കൊടുക്കാറ് ഓൻ്റെ ഷെയ്ഖിനേക്കാണ്, കാട്ടുകള്ളനിലേക്കേക്കാരപ്പാ പറയണത്. കാരണം കാട്ടുകള്ളൻ്റെ അടുത്തേക്ക് ഏതെങ്കിലും ആൾക്കാർ പെണ്ണുങ്ങളായിട്ട് ചെന്നാൽ, ഏതെങ്കിലും ഒരു പെണ്ണിനായിട്ട് കാട്ടുകള്ളൻ്റെ അടുത്തേക്ക് എൻ്റെ ഷെയ്ഖിൻ്റെ അടുത്തേക്ക് ചെന്നാൽ ഷെയ്ഖിന് ആ പെണ്ണിനാണ് കാണലോട് കൂടെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ ഓൾ അവിടെ വെച്ചിട്ട് മറ്റവൻ പോരണമെന്ന് ആര് പുതിയാപ്പിളേ. പിന്നെ ഞാൻ അതിനെപ്പറ്റി ചോദ്യം ചെയ്യരുതേ. അവിടേക്കാണ് ഇപ്പം ഇനി കൊണ്ടുവരുന്നത്. കാരണം അയാൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ് ഇപ്പോൾ ഇവന് നടത്തുന്നതെന്ന് മനസ്സിലാണ് ഇവൻ്റെ വർത്തമാനം കേട്ടിട്ട്. പക്ഷേ ഇത് റസൂലുള്ളാഹി തങ്ങളെ പറ്റിയിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് സ്നേഹാബന് റസൂലുള്ളയിൽ, എന്ത് മഹബത്താബൻ അഹ്ലുസുന്നയിൽ. ഇവൻ്റെ ഈ വാക്കുകളൊക്കെ ഒന്ന് കേട്ടാൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്കിൽ അത്രയും നിർബന്ധമാണ്. വേറൊരാൾക്ക് ആ പെണ്ണിനെ കെട്ടാൻ തീരുമാനിക്കാൻ പോലും പാടില്ല. കട്ടിൽ പിന്നല്ലേ. ഇവൻ്റെ ഈ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ വേറെയുള്ള മൂല്യന്മാരൊന്നും കിതാബ് കണ്ടിട്ടില്ല. ഇവൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവൻ്റെ ഈ ആദ്യം വർത്തമാനം ഡയലോഗുകൾ നോക്കുകയാണ് നിങ്ങൾ. ഓന് പിന്നെന്താ ചങ്ങായിമാരെ AP ഉസ്താദ്, ഓനെന്താ സുലൈമാൻ ഉസ്താദ്, ഓനെന്താ മടവൂർ ഷെയ്ഖ്, ഓന് പിന്നെ ആരെ പറ്റിയായി പറയണത്. വലൂക്കാന തിദ്ദുന്യാ തദൂമൂലി വാഹിദി ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാന. അള്ളാൻ്റെ റസൂലിനെ പടക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ലോകം തന്നെ പടക്കൂല. ഒരു കവി പാടിയ പാട്ട്. അങ്ങനത്തെ ആ റസൂലുള്ളാനെ പറ്റിയിട്ടാണ് ഇപ്പോൾ ഇബ്ബൻ ഈ പറയുന്നത്. കേൾക്കണില്ല നിങ്ങൾ? ജനങ്ങളുടെ ഇടയിൽ സംശയം ഉണ്ടാക്കി തീർക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊരു പെണ്ണിൻ്റെ ആളാക്കി മാറ്റുക. ഈ രൂപത്തിലൊക്കെയാണ് ഇവൻ്റെ ഈ സംസാരങ്ങൾ വരുന്നത്. എന്തിനാണ് നൗഷാദ് ഇങ്ങനെയൊക്കെ ചെയ്യണത്? എന്തിനാണ് ഇത്? ആർക്കും വേണ്ടിയിട്ടാണ് നൗഷാദ് ഇങ്ങനെയൊക്കെ പറയണത്? മാത്രല്ല കേട്ടോ, യജിബു അലാ സൗജിഹാ ത്വലാഖുഹാ. ഒരു ഭാര്യയും ഭർത്താവും ഇങ്ങനെ പോകുമ്പോൾ റസൂലുള്ളാഹിക്ക് ആ പെണ്ണിനെ പറ്റിയ പിന്നെ ആ പെണ്ണിനെ എന്ത് ചെയ്യണം? അവിടെ നിർത്തി കൊടുക്കണം. ഇതൊക്കെ ഇപ്പം നീ പറയുന്നത് നോക്കുകയാണ് നിങ്ങൾ. ഒരു ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ പോവുക. അപ്പൊ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഓളാടന്നോട്ടെ എന്ന്. കേട്ടില്ലേ നിങ്ങൾ? ഒരു ഭാര്യയും ഭർത്താവും ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഭാര്യ ഭർത്താവ് ഇങ്ങനെ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ പെണ്ണിനെ നല്ലോണം പറ്റിയപ്പോൾ എന്ത് ചെയ്തു? എന്നാൽ ഇനി ഓളവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞു. ഇനി മറ്റവൻ അവിടെ ഓളം വെച്ചുകാണ്ട് പോകണമെന്ന്, തൊലാക്കല്ലി പോകണം. എന്താ ഈ ജനങ്ങളോട് ഈ പറയണത്? എന്താ റസൂലുള്ളാഹിനെ പറ്റി മനസ്സിലാക്കിയിരിക്കണത്? ഇവർ റസൂലുള്ളാഹിനെ പറ്റി എന്താ മനസ്സിലാക്കിയിരിക്കണത്? റസൂലുള്ള ഒരു പെൺപ്രേമിയാണെന്നോ? റസൂലുള്ള ഒരു പെണ്ണിൻ്റെ ആളാക്കി മാറ്റുന്ന എന്താണ് ഉഷാദജിക്ക് ചെയ്യുന്നത്? ആർക്കും വേണ്ടിയിട്ടാണ് ഈ പറയണത്? എൻ്റെ ഈ കാട്ടുകള്ളന് വേണ്ടി കൊണ്ടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊച്ചാക്കണം. ഏതായാലും വല്ലാത്തൊരവസ്ഥ തന്നെ നൗഷാദ് ചെയ്തിട്ടോ. വല്ലാത്തൊരവസ്ഥ തന്നെ, കഷ്ടമുണ്ട്. ഹബീബായ തങ്ങൾ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് ത്വലാഖ് ചൊല്ലൽ നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പെണ്ണിനെ ആഗ്രഹിച്ചു പോയാൽ പിന്നെ ആ ഭർത്താവ് ആ പെണ്ണിനെ ത്വലാഖലിൽ നിർബന്ധമാണ്. ആരെ പറ്റിയിട്ടാണ് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയിട്ട്. ത്വലാഖ് അപ്പ ചൊല്ലിക്കൊള്ളും. നല്ല ഒന്നാവലാ ശരീഅത്ത്. ഒരു നിക്കാഹിന്റെ വിഷയെടുത്താൽ തന്നെ എത്ര പറയാണ്ട്. ഇതാണ് സുഹൃത്തുക്കളെ, ഇവൻ്റെ കാര്യം പറയാൻ തുടങ്ങിയ ആദ്യ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവനും ജാമിദയും ഒരു നാണയത്തിൻ്റെ രണ്ടറ്റങ്ങളാണ്. ഒരു നാണയത്തിൻ്റെ രണ്ടറ്റങ്ങളാണ് എന്ന് പറയാൻ കാരണം ജാമിദ ഇസ്ലാമിനെ പറ്റി പഠിച്ചു പറഞ്ഞുകൊണ്ട് ഒരു ജുമാഅക്കൊക്കെ നേതൃത്വം നൽകി വലിയ ഖുർആൻ പ്രഭാഷണമായിട്ട് നടന്ന് പിന്നെ നിരീശ്വരത്തിലേക്ക് പോയി ഇസ്ലാമിനെ വെല്ലുവിളിച്ച് അള്ളാഹുവിനെയും റസൂലുള്ളാഹി തങ്ങളെയും അതുപോലെ മഹാന്മാരെയും ഒക്കെ
വേണ്ടാത്ത തെറികൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ഗതികേടിലേക്ക് ജാമിദ ടീച്ചർ പോയി. എന്നാൽ ഇവനും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് സംശയിക്കുകയാണ്. കാരണം ആദ്യമായി കൊണ്ടൊക്കോന് നല്ല പ്രസംഗം നടത്തി, പിന്നെ അതിൽ നിന്ന് വ്യതിചലിച്ച് അവൻ്റെ ഗുരുനാഥന്മാരെ തെറികൾ പറയൽ തുടങ്ങി. ഗുരുനാഥനായ സുലൈമാൻ ഉസ്താദിനോട് മുഷാവറ അംഗം പിരിച്ചുവിട്ടിട്ട് പൂളക്ക് കളക്കാൻ പോകാൻ പറഞ്ഞു. പൂളക്ക് കളക്കാൻ പോകാൻ പറഞ്ഞു സുലൈമാൻ ഉസ്താദിനോട്. അതുപോലത്തെ പണ്ഡിതന്മാരോടൊക്കെ പൂളക്ക് കളക്കാൻ പോകാൻ പറഞ്ഞു. ഇപ്പോൾ താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു പെണ്ണ് പ്രേമിയായിട്ട് അല്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെ ആളാക്കി മാറ്റിക്കൊണ്ട് സംസാരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം ഭാര്യയോടെങ്ങാനും വഴിയിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിലാരെങ്കിലും കടന്നു വന്നാൽ അവരോട് പറയുമായിരുന്നത്രേ, ഇതെൻ്റെ ഭാര്യട്ടാ, ഇതെൻ്റെ ഭാര്യയാണെന്ന് പറയും. കാരണം എന്തുകൊണ്ടേ അതിൽ അവർക്കൊരു സംശയം വരരുതേ എന്ന് അത്രത്തോളം സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന, അത്രത്തോളം സൂക്ഷ്മതയുള്ള ലോകത്തിൻ്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറ്റുള്ളവർ ഒരു സംശയിക്കുന്ന രൂപത്തിലേക്ക് വരുത്തി തീർക്കുന്ന വാക്കുകൾ നൗഷാദേ നിൻ്റെ പ്രഭാഷണങ്ങളിൽ വന്നിട്ടുണ്ട് കേട്ടോ. സൂക്ഷിച്ചോ, ആഖിറം സൂക്ഷിച്ചോ, അന്ത്യനാൾ സൂക്ഷിച്ചോ കേട്ടോ. ഇത് തന്നെയാണ് കുരുത്തക്കേടിൻ്റെ അറ്റം എന്ന് നീ മനസ്സിലാക്കിക്കോ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ പ്രസംഗങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിക്കൊണ്ട്, നമ്മുടെ നേതാവിനെ പറയുന്ന ഈ രൂപത്തിലുള്ള പ്രസംഗങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിക്കൊണ്ട് ത്വരീക്കത്തുകാരാണെന്ന് പറഞ്ഞ് ഇവൻ്റെ മുന്നിലിരിക്കുന്ന ഈ കുഞ്ഞാടുകൾക്ക് ഇനിയും നേരം വെളുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ നല്ലത് നല്ല കടയിൽ നിന്ന് നല്ല 1.5 മീറ്റർ കയറ് കിട്ടും. അത് ഉപയോഗിച്ച് തൂങ്ങി ചത്തുപോകലാണ് നല്ലത് എന്നാണ് ഈ പ്രസംഗം കേട്ടപ്പോൾ മനസ്സിലാകുന്നത്. അല്ലാഹു തആല നമ്മെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. ഇതുപോലത്തെ ആളുകളുടെ ഷർറുകളെ തൊട്ട് അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.